ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പനിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഈ കേസ് അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, കമ്പനിക്ക് കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ മുതലാളിമാർക്ക് ജയിലിൽ പോകേണ്ടി വരും, അവരുടെ കിടപ്പാടം അറ്റാച്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലീഡർമാരുടെ സ്വത്തുക്കളെല്ലാം കേസ് വരുന്നതിനനുസരിച്ചിട്ട് അറ്റാച്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ലീഡർമാരുടെ ഐഡിയയാണ്. ലീഡർമാരാണ് ഇതിൽ കോടികളുണ്ടാക്കിയ ലീഡർമാരാണ് ഈ സൊസൈറ്റി വഴി കേസുകൾ ദീർഘിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സർക്കാർ ജില്ലാ കളക്ടറെ ഇതിൽ ക്ലെയിം ആപ്ലിക്കേഷൻ സ്വീകരിച്ച സമയത്ത് ഇവർ പറഞ്ഞത്, നമ്മൾ ക്ലെയിം അല്ല കൊടുക്കേണ്ടത്. ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ പണം ഈ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടത് അതിൻ്റെ കണക്കും രേഖകളും ഒക്കെ സമർപ്പിക്കാൻ വേണ്ടി കോമ്പീറ്റൻ്റ് അതോറിറ്റി പറഞ്ഞ പ്രകാരമാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ സ്വീകരിച്ചിരുന്നത്. ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് അതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിവേദനമാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇവർ 2 ആഴ്ചയോളം നിവേദനങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അത്തരത്തിൽ പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സമയത്ത് ഇവർ കേസ് ദീർഘിപ്പിക്കുന്നത് സൊസൈറ്റിയാണ് അല്ലെങ്കിൽ കമ്പനിയാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് കേസ് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് ഇന്ന് ഹൈറിച്ചിൻ്റെ സൊസൈറ്റിയുടെ ഒരു ലീഡർ തന്നെ പറഞ്ഞു. ഇപ്പോൾ മെറിറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, മെറിറ്റിലേക്ക് ഇപ്പോൾ കിടക്കാനായിട്ടില്ല എന്ന് ഇന്നലെയാണ് ഹൈറിച്ചിൻ്റെ പാലക്കാടുള്ള ലീഡർ സൂരജ് ഷൺമുഖം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. ഇപ്പോൾ മെറിറ്റിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന്. കേസ് കൊടുത്ത് 1 വർഷമായിട്ടും ഇതുവരെ കമ്പനിയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ മാത്രമാണ് കോടതിയിൽ ഉന്നയിച്ചത് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ 2 ആഴ്ചയോളം, ഇനി 5-ാം തീയതിയാണ് കേസുള്ളത്. അപ്പോൾ ഈ 5-ാം തീയതി വരെ ആൾക്കാർ ഇവരുടെ കമ്പനിയുടെ തെണ്ടിത്തരങ്ങൾ തന്നെ പറയാം, തെണ്ടിത്തരങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ഇന്ന് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ പ്രിയപ്പെട്ട ബാരിക്ക ഇന്നൊരു ഗൂഗിൾ ഫോമുമായി വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കടമുള്ളത്, ഏത് ബാങ്കിലാണ് കടമുള്ളത് എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ സൊസൈറ്റിയിലേക്ക് സംഭാവന കിട്ടാൻ വേണ്ടി സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോയിസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന 2 ആഴ്ചയോളം മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി സൊസൈറ്റിയുടെ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾ, കമ്പനിയുടെ ലീഗാലിറ്റി പ്രശ്നങ്ങൾ, കമ്പനി കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത്, കമ്പനി ഇതുവരെ മെറിറ്റിലേക്ക് വാദിക്കാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ബാങ്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, ബാങ്കിലെ കടങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെ ഇനിയും വിശ്വസിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.